ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ ട്രെൻഡിലുണ്ടാകുന്ന ചേഞ്ചാണ് ധാരാളം ഐഫോൺ അല്ലെങ്കിൽ iOS യൂസർ ബേസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. അതായത് ഐഫോൺ യൂസേഴ്സിൻ്റെ എണ്ണം കൂടുന്നു എന്നുള്ള കാര്യം. അതിലെ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒന്ന് ഫോണിൻ്റെ അല്ലെങ്കിൽ ഐഫോണുകളുടെ അവൈലബിലിറ്റി എന്നുള്ളതും, അതിൻ്റെ പ്രൈസ് പോയിന്റ് എന്നുള്ളതും. ഇവിടെ കേരളത്തിലെ മാത്രം കാര്യം എടുത്താൽ മനസ്സിലാവും. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അതോടൊപ്പം ഗൾഫ് നാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ധാരാളം ഐഫോൺ എത്തുന്നുണ്ട്. അതിൽ പല ടൈപ്പിലുള്ള, അതായത് റീപ്ലേസ്ഡ് ഉണ്ട്, റീഫർബിഷ്ഡ് ഉണ്ട്. സോ അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഐഫോണുകൾക്ക് നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. അതുമാത്രമല്ല ഏത് ബഡ്ജറ്റിലും നമുക്ക് ഐഫോൺ അവൈലബിൾ ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓവർ ഫ്ലഡഡ് ആയിട്ട് നിൽക്കുന്ന യൂസ്ഡ് ഐഫോൺ മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ ഐഫോൺ മാർക്കറ്റ് ആയിക്കോട്ടെ, ഈ വർഷം അല്ലെങ്കിൽ 2024 നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐഫോണുകൾ ഏതാ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ 2 പാർട്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതായത് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറൻ്റ്ലി ആപ്പിളിൻ്റെ ഇന്ത്യയിലുള്ള മാർക്കറ്റിൽ ആപ്പിൾ സെല് ചെയ്യുന്ന 8 ഐഫോൺ മോഡൽസ് ആണ്. 8 ഇൻഡിവിജ്വൽ ഐഫോൺ മോഡൽസ് ആണ്. അതിൽ ഒന്നാമത്തത് ഐഫോൺ SE 3rd ജനറേഷൻ, ഐഫോൺ 13, ഐഫോൺ 14, 14+, അതോടൊപ്പം തന്നെ ഐഫോൺ 15 സീരീസ്, അത് 4 ഉണ്ട്. അങ്ങനെ ടോട്ടലി 8 ഐഫോൺ മോഡൽസ് ആണ് ആപ്പിളിന്റെ കറണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഐഫോൺസ് എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മറ്റൊരു ഐഫോണിന്റെ കാറ്റഗറിയാണ് യൂസ്ഡ് മാർക്കറ്റ്. അതായത് യൂസ്ഡ് മാർക്കറ്റിൽ വരുന്ന ഐഫോണുകൾ, അത് നമുക്ക് പല റേഞ്ച് ഉണ്ട്. ഇതിൽ ഈ യൂസ്ഡ് മാർക്കറ്റ് ഐഫോണുകളെ ഞാൻ 2 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്ന, അതായത് ഐഫോൺ വാങ്ങുന്നവരുണ്ടാകും. അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ നോക്കിയിട്ട് ഐഫോൺ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങുന്നവരും ഉണ്ടാകും. സോ അവർക്ക് ഏറ്റവും എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. സോ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ട യൂസ്ഡ് മാർക്കറ്റ് എസ്പെഷ്യലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, നിങ്ങൾ പ്രൈസ് മാത്രം വെച്ചുകൊണ്ട് നോക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ചിലപ്പം പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉള്ളത്. ഈ യൂസ്ഡ് മാർക്കറ്റിൽ തന്നെ നിങ്ങൾ 2024 അവോയ്ഡ് ചെയ്യേണ്ട ഐഫോണിൻ്റെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഐഫോൺ 6, 6S, 7, 7+, 8, 8+, അതോടൊപ്പം തന്നെ ഐഫോൺ 10. ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത ഐഫോണുകളുടെ എല്ലാം നിലവിലത്തെ അവസ്ഥ നമുക്കറിയാം. അതായത് ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി സപ്പോർട്ടുകളൊക്കെ ആപ്പിൾ ചില സമയങ്ങളിൽ, ഇപ്പം വളരെ റീസെൻ്റ്ലി iOS 15 iOS 16 ആപ്പിൾ സപ്പോർട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പാച്ചസ് അല്ലാതെ ഇനി നമുക്ക് മുന്നോട്ടേക്ക് യാതൊരു അപ്ഡേറ്റും ഈ പറഞ്ഞ ഡിവൈസുകളിലൊന്നും തന്നെ ലഭിക്കത്തില്ല. രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇപ്പം വളരെ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടതാണ്. അതായത് സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വിൽക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യമാണ് പോർട്രേറ്റ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിരിക്കുന്ന ഐഫോണിൽ പോർട്രേറ്റ് മോഡുള്ള അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന 2 ഐഫോണുകളിലൊന്നാണ് 7+ഉം 8+ഉം. സോ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2024 നമുക്കതൊരു ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷനായിട്ട് പറയാൻ സാധിക്കത്തില്ല. വളരെ ചീപ്പായിട്ട് നമുക്ക് ചിലപ്പം ലഭിക്കുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും 2024 ഒരു കോൺഫിഗറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും സിറ്റുവേഷനും ഒക്കെ വെച്ചിട്ട് ഐഫോൺ 7+ഉം 8+ഉം ഒന്നും ഓപ്റ്റ് ചെയ്യില്ല. മൂന്നാമത് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഐഫോൺ 10. എനിക്ക് തോന്നുന്നത് കുറേ ആളുകളും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഡിസൈൻ, ഓവറോൾ ഡിസൈൻ ഐഫോൺ 10s വളരെ സിമിലർ ആണ്. 2 ഫുൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ആ ടച്ചിൽ നിന്ന് മാറി നമുക്ക് ഫേസ് ID ഒക്കെ വരുന്നു. ഐഫോൺ 10 പോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു ഡിവൈസാണ് ഐഫോൺ SE 2nd ജനറേഷൻ, 2020 റിലീസ് ചെയ്ത ഡിവൈസ്. ഇതിന് വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമുക്കറിയാം ഐഫോൺ 11 സീരീസിൽ വരുന്ന A13 ബയോണിക് തന്നെയാണ്. ഈവൻ ദോ ഐഫോൺ 11ന്റെ സെയിം പ്രോസസ്സർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഐഫോൺ 11ലുള്ള പല കാര്യങ്ങളും ഫീച്ചേഴ്സും ഈവൻ നൈറ്റ് മോഡ് ഫോട്ടോ പോലും നമ്മുടെ ഐഫോൺ SE 2nd ജനറേഷനിൽ ഇല്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് വെർത്തായിട്ടുള്ള ഒരു ഐഫോൺ വാങ്ങണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ മാക്സിമം ഈ പറഞ്ഞ ഡിവൈസുകൾ ഒഴിവാക്കുക. അതിനുശേഷം കുറച്ചും കൂടെ ബഡ്ജറ്റ് സേവ് ചെയ്ത് വെച്ച് ഇനി പറയാൻ പോകുന്ന ഡിവൈസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെയാണ് യൂസ്ഡ് മാർക്കറ്റിലെ ബാക്കിയുള്ള ഐഫോണുകൾ വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട 2 മോഡലുകൾ എന്ന് പറയുന്നത് ഐഫോൺ 10s സീരീസും ഐഫോൺ 11 സീരീസുമാണ്. ഈ പറഞ്ഞ 10s സീരീസും 11 സീരീസും കൂടെ കൂട്ടി ആകെ മൊത്തത്തിൽ 5 മോഡൽസ് ആണ് അല്ലെങ്കിൽ മോഡലിലുള്ള ഐഫോൺസ് ആണ് ഉള്ളത്. ഐഫോൺ 10s, 10s Max, 11, 11 Pro, 11 Pro Max. നിലവിൽ നമുക്കറിയാം 2 മോഡൽസിനും ഐഫോൺ 10sനും 11നും iOS 17 സപ്പോർട്ടുണ്ട്. ഇനി അടുത്ത വർഷം iOS 18 വരുമ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും ഐഫോൺ 10sന് സപ്പോർട്ട് ഒഴിവാക്കും. അതായത് സപ്പോർട്ട് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ലഭിക്കത്തില്ല. എന്നാൽ ഐഫോൺ 11 സീരീസിന് നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യും. കാരണം ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന 5 years സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. അതിനോടൊപ്പം തന്നെ
ബാക്കി 1-2 വർഷത്തേക്ക് സെക്യൂരിറ്റി പാച്ചസും നമുക്ക് ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ iPhone XSനെ നമുക്ക് അത്ര ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ഐഫോൺ ആയിട്ട് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മോഡൽസിനെയും iPhone XS സീരീസ് ആയിക്കോട്ടെ 11 സീരീസ് ആയിക്കോട്ടെ ഇതിനെ രണ്ടിനെ നമുക്ക് അത്ര ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു മോഡൽസ് എന്ന് പറയാൻ സാധിക്കത്തില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ iPhone XSും 11 സീരീസിലേക്ക് വരുന്നത് നമുക്കറിയാം. ആപ്പിൾ ഏറ്റവും അവസാനമായിട്ടുള്ള 5.4 ഇഞ്ച് ഡിസ്പ്ലേ കൊണ്ടുവന്ന ഐഫോണുകൾ വന്നത് ഈ രണ്ട് സീരീസിലാണ്. അതിന് ശേഷം ഇറങ്ങിയാൽ 12 മുതലുള്ള സീരീസിൽ നമുക്കറിയാം 5.4 അല്ല അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്, അതിന് മുകളിലേക്കാണ്. അതോടൊപ്പം തന്നെ മിനി സീരീസും 12 മുതലാണ് നമുക്ക് തുടങ്ങിയത്. അതോടൊപ്പം ഈ 11 ആൻഡ് 10 സീരീസിൽ നമുക്ക് 5G സപ്പോർട്ടഡ് അല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 2024 എല്ലായിടത്തും നമുക്ക് 5G സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 5Gയുടെ അഡ്വാൻറ്റേജും നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല ഈ രണ്ട് മോഡൽസിലും. മൂന്നാമത് നമുക്ക് iPhone 11 സീരീസിൽ മാത്രമാണ് നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി ലഭിക്കുന്നത്. അതും എല്ലാ ലെൻസിലും ഇല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് വൈഡ് ലെൻസിൽ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ രണ്ട് മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ള iPhone 11 അല്ലെങ്കിൽ 11 സീരീസിനാണ്. കാരണം കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു iPhone 11 സീരീസിലാണ്. അതിനോടൊപ്പം നമ്മൾ ആദ്യമേ ലിസ്റ്റ് ചെയ്ത സോഫ്റ്റ്വെയർ സപ്പോർട്ട് 5Gയുടെ കാര്യങ്ങളൊക്കെ വെച്ച് ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ നിൽക്കുവാണെങ്കിൽ അത്ര ടൈറ്റ് ബഡ്ജറ്റിലാണെങ്കിൽ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് മോഡലുകളാണ് iPhone XSും 11 സീരീസും എന്നുള്ളത്. എന്നാൽ അതിന് ശേഷം വരുന്ന ഐഫോൺ മോഡൽസ് എല്ലാം തന്നെ iPhone 12, 13, 14 ഇപ്പം കറൻ്റ്ലി നമുക്ക് യൂസ്ഡ് മാർക്കറ്റിൽ ഈ പറഞ്ഞ 4 മോഡൽസും ഈവൻ iPhone 15 മോഡൽസ് പലതും നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എങ്കിലും പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് iPhone 12, 13 സീരീസ് 14 സീരീസ് വരെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പ്രൈസിൽ പല മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ 2024 നമുക്ക് അത്ര മോശമല്ലാത്ത ഒരു പെർഫോമൻസ്, സോഫ്റ്റ്വെയർ സപ്പോർട്ട്, ക്യാമറ, ബാറ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് 12 മോഡലാണ്. കാരണം ഇതിൽ നമുക്ക് 5G സപ്പോർട്ടഡ് ആണ്. ആദ്യത്തെ 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഐഫോൺ എല്ലാം റിലീസ് ചെയ്ത് 12 മോഡലാണ്. രണ്ട്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ പോലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ 12 മുതലാണ് ബോക്സി ഡിസൈൻ ആപ്പിൾ കൊണ്ടുവന്നത്. അതിന് മുന്നേ ഉള്ള നമുക്കറിയാം എല്ലാം കർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ഇൻറ്റേർണൽസ്. ഇപ്പോഴും A14 എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ളൊരു ഒരു ചിപ്പല്ല. കാരണം അതിന് ശേഷം ഇറങ്ങിയ A15 ഇപ്പം iPhone 13ലും iPhone 14ലും വരെ നമ്മൾ കണ്ടിട്ടുണ്ട് A15. സോ ഇപ്പം വളരെ റീസെൻ്റ്ലി ഇറങ്ങിയതാണ് A16 എന്ന് പറയുന്നത്. സോ അത്ര പഴക്കമല്ലാത്ത എന്നാൽ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു മോഡലാണ് iPhone 12 സീരീസ് എന്ന് പറയുന്നത്. iPhone 12 കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സീരീസാണ് iPhone 13ഉം 14ഉം. അതിൽ iPhone 13 സീരീസ് മൊത്തവും A15 ബയോണിക് എന്ന് പറഞ്ഞ ചിപ്പിലാണ് റൺ ചെയ്യുന്നത്. അതോടൊപ്പം iPhone 14ൽ രണ്ട് മോഡൽ iPhone 14 പ്ലസും iPhone 14ഉം അങ്ങനെ മൊത്തത്തിൽ 6 മോഡൽസാണ് A15 എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ ചിപ്പിൽ ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന 4 മോഡൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഫോണുകൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഡിവൈസുകളെല്ലാം തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. 5G സപ്പോർട്ട് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് 13 സീരീസിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 13 സീരീസിലാണ്. സോ iPhone 12, 11 ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന ഒരു സീരീസും കൂടാണ് iPhone 13 സീരീസ്. ഈവൻ iPhone 13 മിനി പോലും iPhone 12 മിനി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാറ്ററി സൈസിലെല്ലാം സെയിം ആണ്. പക്ഷേ ബാറ്ററിയുടെ ബാക്കപ്പിൽ അല്ലെങ്കിൽ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ആപ്പിളിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് 13 സീരീസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. എന്നാൽ വളരെ റീസെൻ്റ്ലി നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമുക്ക് രൂപപ്പെട്ടേക്കുന്ന ഒരു പ്രശ്നമാണ് ഡിസ്പ്ലേ ഇഷ്യൂ. ഈവൻ ഈ ഒരു iPhone 13 മിനി പോലും ഡിസ്പ്ലേ ഡാമേജ് കൊണ്ട് വന്നേക്കുന്ന ഒരു ഡിവൈസാണ്. ഈ ഒരു ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഇന്ത്യയിൽ മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ മാത്രമല്ല മൊത്തത്തിൽ വേൾഡ് വൈഡ് ഈ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നീട് 14 സീരീസിലേക്ക് വരുമ്പം അതിൽ നമുക്ക് ഡിസൈൻ വൈസും എല്ലാ കാര്യങ്ങളും സെയിം ആണ് 13ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പം. എന്നാൽ 14 പ്ലസ് എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് ബാറ്ററി നല്ലപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലും നിങ്ങൾ ബാറ്ററിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ യൂസ്ഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന നല്ലൊരു മോഡലാണ് 14 പ്ലസ് എന്നുള്ളത്. കാരണം 14 Pro Maxനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്ന ഒരു മോഡലാണ് 14 പ്ലസ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് ഐലൻഡ്, നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യണം, നല്ലൊരു ക്യാമറ അതായത് 48 മെഗാപിക്സലിൻ്റെ ആ ഒരു ക്യാമറ അഡ്വാൻറ്റേജ് വേണം എന്നുണ്ടെങ്കിൽ, അതോടൊപ്പം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് 14 Pro മോഡൽസ്. അത് ഈ പ്രോ മോഡൽസിൻ്റെ കാര്യം ഞാൻ എല്ലാത്തിനകത്തും എടുത്തു പറഞ്ഞില്ല എന്നുള്ളൂ. ഇനി ബാക്കിയുള്ള 12, 13, 14, 15 സീരീസ് ഓപ്റ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മളുടെ ആ ഒരു ആവശ്യം അതായത് നമ്മുടെ നീഡ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സീരീസിലും നമുക്ക് 4 മോഡൽസ് വെച്ചുണ്ട്. അതിൽ പ്രോ മോഡൽസ് എല്ലാ സീരീസിലും 2 എണ്ണം വെച്ചുണ്ട്, പ്രോയും പ്രോ മാക്സും. ഈ പ്രോ ഡിവൈസുകളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നോർമൽ മോഡൽസിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. ഇപ്പം 15 സീരീസിലാണെങ്കിൽ ടൈറ്റേനിയം ആണ് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്.
15 Pro Maxൽ. രണ്ടാമത് നമുക്ക് ടെലിഫോട്ടോ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ലെൻസ് അല്ലെങ്കിൽ ക്യാമറയും കൂടെ വരുന്നു. സോ അങ്ങനെ നമുക്ക് അഡീഷണൽ ആ ഒരു ക്യാമറ അല്ലെങ്കിൽ ലെൻസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. മൂന്നാമത് നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് നോർമൽ ഐഫോണുകളെക്കാളും നമുക്ക് ലഭിക്കുന്നു പ്രോ സീരീസിലേക്ക് വരുമ്പോൾ. കാരണം ഇപ്പം 12, 13, 14 വരെയുള്ള പ്രോ ഡിവൈസുകൾ എടുത്ത് നോക്കിയാൽ അതിലെല്ലാം നമുക്ക് 6 GB ആണ് റാം സപ്പോർട്ട് കിട്ടുന്നത്. നോർമൽ മോഡൽസിലെല്ലാം നമുക്ക് 4 GB ആണ് റാം സപ്പോർട്ട് ഉള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കൊരു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ പ്രോ ഡിവൈസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇതിനെല്ലാം പുറമെ നാലാമത് നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 13 പ്രോയിലും 14 പ്രോയിലും 15 പ്രോയിലുമാണ്. 12 പ്രോയിൽ മാത്രമില്ല. അതായത് നമുക്ക് പ്രോ മോഷൻ എന്ന് പറയുന്ന ആ സപ്പോർട്ട്, അതായത് 1 Hz മുതൽ 120 Hz വരെയുള്ള റീഫ്രഷ് റേറ്റ് നമുക്ക് ഡിസ്പ്ലേ ലഭിക്കുന്നു. അത് 13 പ്രോയിൽ 10 Hz മുതൽ 120 Hz വരെയാണ്. ബാക്കിയുള്ള 14, 15 മോഡൽസിൽ നമുക്ക് 1 Hz മുതൽ 120 Hz വരെയാണ് റീഫ്രഷ് റേറ്റ് എന്നുള്ളതാണ്. സോ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് 13 പ്രോ മുതലുള്ള ഡിവൈസുകളിൽ ലഭിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മളുടെ പ്രോ ഡിവൈസുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ, അതിപ്പം എല്ലാ സീരീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഉള്ള ഡിഫറൻസ്, കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ 15 സീരീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഡിവൈസുകളാണ് 15, 15+, 15 Pro, 15 Pro Max. ഇതിൽ 15 പ്രോയ്ക്കും പ്രോ മാക്സിനും നമുക്ക് ടൈറ്റേനിയം ബോഡിയാണ് വരുന്നത്. ഈ പറഞ്ഞ പ്രോ സീരീസിലുള്ള ബാക്കിയുള്ള മോഡൽസിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം ലോഗ് ഫോർമാറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്കൊരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇപ്പം 14 Pro, 15 Pro സീരീസുകൾ തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ ചേഞ്ചുകളൊന്നുമില്ല. ആകെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടൈറ്റേനിയം ബോഡിയാണ്, അല്ലെങ്കിൽ ടൈറ്റേനിയമാണ് നമ്മളുടെ ഫ്രെയിം വരുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോയ്ക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഇല്ലേലും എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഈ ലോഗിൽ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യും എന്നുള്ളത്. കാരണം ലോഗ് ഫോർമാറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 15 പ്രോയുടെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. സോ ലോഗിൽ എപ്പോഴും ഷൂട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ഇതിനകത്ത് കുറച്ചെങ്കിലും ആളുകൾ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. കാരണം നമുക്ക് 15 സീരീസിലെല്ലാം Type-C ആണ് വരുന്നത്. Type-C എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് ആകണം എന്ന് നിർബന്ധമില്ല. എന്നാൽ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ പ്രൂഫിങ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും Type-C ഒരു വർത്തായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾ ബ്രാൻഡ് ന്യൂ എടുത്താലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ യൂസ്ഡ് മാർക്കറ്റിൽ നോക്കുന്നുണ്ടെങ്കിലും Type-C എന്നുള്ളത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വർത്തായിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് 15 സീരീസ്. അതിലെ 4 മോഡൽസിലും അതിൽ എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ വീഡിയോഗ്രാഫിക്ക് നിങ്ങൾ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ പറഞ്ഞ 15 Pro, 15 Pro Max. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റിലാണെന്നുണ്ടെങ്കിൽ 14 Pro Max ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് ഐഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പം ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല ഡിവൈസ് വേണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ഡിവൈസ് വാങ്ങുക എന്നുള്ളതാണ്. ഇനി യൂസ്ഡ് ഐഫോൺസ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഡ് ഐഫോൺ ബയേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് ബി മിലൻ. Catch you guys in the next video. Till then, peace.